ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അപ്പോൾ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നത് ജാസ്മിനെയാണ്. ജാസ്മിൻ ഇങ്ങനെ ഇരിക്കുകയാണ്, പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. വേറൊന്നും അല്ല, എന്തായാലും വീക്കെൻഡ് എപ്പിസോഡും കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ലാലേട്ടൻ വരും, ലാലേട്ടൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നത് പെട്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുവാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ജാസ്മിൻ ആകെ സഹിക്കുന്നില്ല. കാരണം എന്താകും എൻ്റെ ഗതി എന്ന് പറഞ്ഞിരിക്കണ ഒരാളെ പോലെയാണ് ജാസ്മിൻ ഇരിക്കുന്നത്. കാരണം ഈ കാട്ടിക്കൂട്ടിയതിനൊക്കെ വന്നിട്ട് ലാലേട്ടൻ എന്തൊക്കെ പറയും, അച്ഛൻ പറഞ്ഞതനുസരിച്ച് പുറത്ത് നെഗറ്റീവാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും എനിക്ക് വരാൻ പോകുന്ന ആ ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ജാസ്മിൻ്റെ. കാരണം ജാസ്മിൻ്റെ ഇരിപ്പാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നോട്ടമാണെങ്കിലും എല്ലാം ഭയങ്കര പേടിച്ചിട്ടാണ് ഇരിക്കണത്. കാരണം എന്തൊക്കെയാണ് അച്ഛൻ വിളിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു ജാസ്മിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പെട്ടിയും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി, അതായത് നോമിനേഷനിൽ വന്ന ആൾക്കാരൊക്കെ പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ച് എല്ലാ ഒരുക്കങ്ങളും ചെയ്യുവാണ്. എന്തായാലും ഇന്ന് ലാലേട്ടൻ വന്ന ശേഷം എന്താകും സംഭവിക്കാമെന്ന് ജാസ്മിനെ പോലെ തന്നെ പുറത്തുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു എന്താ പറയുക എക്സ്പെക്റ്റേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കണം, ഇങ്ങനെ ലാലേട്ടൻ ചോദിക്കുമോ, ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ലാലേട്ടൻ ഇതൊന്നും ചോദിക്കാതെ പോകുമോ? ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലുള്ള ചിന്തകളുണ്ട്. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ കാണുന്ന പോലെ ഇനിയിപ്പം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണതൊക്കെ ചില സമയത്ത് ചോദിക്കാറില്ല ലാലേട്ടൻ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് ഇത്രയും വഷളായി, പുറത്ത് ഇത്രയും വിവാദങ്ങളൊക്കെ ആയി, അതുകൂടാതെ അച്ഛൻ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടും അവരെല്ലാ കാര്യങ്ങളും എടുത്ത് ബാക്കിയുള്ള പ്രേക്ഷകരുടെയും അവിടെയുള്ള കുടുംബാംഗങ്ങളുടെ മേലും എല്ലാ കുറ്റവും ഇടുന്നതും, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടും ലാലേട്ടൻ ഒന്നും ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയാതെ എന്താ പറയുക നല്ല രീതിയിലാണ് സംസാരിച്ച് പോകുന്നതെങ്കിൽ അതും പുറത്ത് നല്ല രീതിയിൽ വഷളാകും. കാരണം എന്താണ് ഇത്രയും അച്ഛൻ വിളിച്ച് സംസാരിച്ചത് കൂടാതെ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒന്നും ഒരു രീതിയിലുള്ള കാര്യങ്ങളും വരാതെ ഇരുന്നാൽ അതും ജനങ്ങൾ അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുകയാണോ എന്നുള്ളൊരു കാര്യം എല്ലാവരും ചോദിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. കാരണം അവിടെ ഗബ്രി ആണെങ്കിലും ഇനി ഇന്ന് വന്നിട്ട് ന്യായീകരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ലാലേട്ടൻ മുൻപിൽ കുത്തിയിരുന്ന് ന്യായീകരിക്കുകയാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ തന്നെ കിട്ടും, അത് ഉറപ്പാണ്. കാരണം അവർ ഓൾറെഡി ഇത്രയും കാര്യങ്ങൾ ചെയ്തു, അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ കാണിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം. കാരണം ഇവർ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ മറ്റുള്ള കുടുംബാംഗങ്ങളും കാണണം, അപ്പോൾ അവർക്കും കൂടി ഒരു ഇത് കിട്ടും. കാരണം അവർ കാണാതെ പലതും ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതടക്കം നമ്മൾ മാത്രം പ്രേക്ഷകർ കണ്ട പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതടക്കമുള്ള എല്ലാ വിഷ്വൽസും ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഇവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അവർക്കതൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്താണ് അവിടെ നടന്നിട്ടുള്ളതെന്നും. അപ്പോൾ പുതിയ പുതിയ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.